ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നല്ലേ. അത് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബിക്കോസ് ഓൾറെഡി നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, നിഫ്റ്റിക്ക് മേളിലേക്ക് പോകാനുള്ള ലൂസിങ് സ്ട്രെങ്ത്, അതായിരുന്നു കഴിഞ്ഞ വീഡിയോൻ്റെ ഹെഡ്ലൈനിങ് തന്നെ ഇട്ടത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത്, അതല്ലെങ്കിൽ മാർക്കറ്റിന് ഹോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നമുക്കൊരു സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ബിക്കോസ് നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല ഓയിൽ നല്ല റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്ത് വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് FIDA ഡാറ്റയിൽ അവരുടെ പൊസിഷൻസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് അവർ ലോങ് കോളും ഷോർട്ട് പുട്ടും ഒക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ആൻഡ് അതിലൊക്കെ നമ്മൾ നമുക്കൊരു സൈഡ് വേസ് ഒരുപാട് ലോങ്ങിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഫീലിംഗ് കുറച്ചൊന്ന് ലൂസ്, ആ സ്ട്രെങ്ത് ഒന്ന് കുറയാനായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി. അത് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രോഫിറ്റ് അതിനെ പറ്റി പറയാറുള്ളതാണ്. നമുക്ക് മിനിമം റിസ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് നേടാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ബൈയിങ്ങിലേക്കൊന്നും പോകില്ല. നമുക്ക് നല്ലൊരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കാം. ആൻഡ് ലോസ് വന്നാൽ ലോസ് വരില്ല എന്നല്ല പറയുന്നത്, ലോസ് വന്നാൽ നമുക്ക് മിനിമം റിസ്ക്കാണ്, നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ആൻഡ് പ്രോഫിറ്റ് വന്നാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടും. ഈവൻ നമുക്ക് ഏത് ലെവൽസിൽ വേണമെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 1%, 2%, 3%, നമുക്ക് മാക്സിമം എത്ര പെർസെൻറ്റേജ് ആണോ, അല്ലെങ്കിൽ ഒരാൾക്ക് കംഫർട്ട് ഒരു 3+% ആണ് ഒരു അന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു വീക്കിൽ 3% നമുക്ക് അന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡ് വേസ് മാർക്കറ്റൊക്കെ ഫീൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് കോൾ ബട്ടർഫ്ലൈ, അതായത് നമ്മൾ മിക്കവാറും ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ആൻഡ് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് എങ്ങനെയാണ് ആ സ്ട്രാറ്റജിയിലേക്ക് അപ്ലൈ ചെയ്തത് എന്നുള്ള ചെറിയ ഒരു കാര്യം അത് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൊന്ന് പറയാം. ബിക്കോസ് നമുക്ക് ഈസി ആയിട്ട് ആ സ്ട്രാറ്റജി നിഫ്റ്റി എക്സ്പയറി സ്പെഷ്യലായിട്ട് നമുക്കത് എക്സ്പയറി ഡേ സ്ട്രാറ്റജി ആയിട്ടാണ് കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് ആ ലെവൽ കൃത്യമായിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എക്സ്പയറീസിന്, അതായത് നിഫ്റ്റിയാണ്, ബാങ്ക് നിഫ്റ്റിയാണ്, ഫിൻ നിഫ്റ്റിയാണ്, ഏത് എക്സ്പയറീസിനും നിങ്ങൾക്ക് ലിമിറ്റഡ് ലോസിൽ, നിങ്ങൾക്ക് ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റഡ് ലോസിന് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് എങ്ങനെയാണ് അത് ചെയ്യണേ എന്നുള്ള കാര്യം ആദ്യം നമുക്കതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രാഡേ പ്ലസ് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഡെയിലി നമുക്ക് നാളത്തേക്കുള്ള അനാലിസിസും ഇന്ന് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയേക്കണത് എന്നുള്ള കാര്യം കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാണ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തും ആൻഡ് അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് നമുക്ക് സ്ട്രാറ്റജി എങ്ങനെ എടുത്ത് എന്നുള്ള കാര്യം പറയാം. നമുക്ക് എന്താ പറയുക, നമുക്ക് നിഫ്റ്റി ഇവിടെ ഇതാണ് കിട്ടിയത് അല്ലേ. നമുക്ക് 22,500 ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിച്ചത്. ബട്ട് കുറച്ചൊന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഉണ്ടായത്. ആൻഡ് അവിടെ നിന്ന് ഒരു ഇനീഷ്യൽ മൂവ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കിട്ടി. ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് സ്ലോലി നിഫ്റ്റി സപ്ലൈ സോണിലേക്ക് പോയി. അപ്പോൾ അറൗണ്ട് 10 to 10:30 ആ ഒരു ടൈമാണ് സ്പെഷ്യലായിട്ട് നോക്കേണ്ടത്. ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് 10 to 10:30, ഒരു 10 മണി മുതൽ 10:30 വരെയുള്ള ആ റേഞ്ചിൽ നിഫ്റ്റിക്ക് കൺസോൾട്ടേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവൽ, ആദ്യം ആ ലെവൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എന്തായി, ആ ലെവൽ നോക്കുമ്പോൾ 22,650 എന്നുള്ള ലെവൽ നമുക്ക് അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് കണ്ടു ആ ഇനീഷ്യൽ മൂവിന് ശേഷം. അപ്പോൾ ജസ്റ്റ് ഞാനിതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ സ്ട്രൈക്ക് എടുത്തതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 22,650യുടെ CE 2 കോള്, അതായത് കോൾ ഓപ്ഷനാണ്. അത് 2 ലോട്ട് സെല് ചെയ്യുക. കാണിച്ചു തരാം. ഇവിടെ കാണാം, ഇത് സെൻസിബിളിൻ്റെ സ്ട്രാറ്റജി ബിൽഡറാണ്. അതിൽ നമുക്ക് എന്തായി, നമ്മൾ 2 കോള്, അത് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് 70 ആയിരുന്നു. അപ്പോൾ 22,650യുടെ 2 കോള് സെല് ചെയ്തു 70ൽ. സെയിം 100 പോയിൻ്റ് എവേ ആയിട്ട് 22,550 അത് 1 ലോട്ട് ബൈ ചെയ്തു. ഇത് ഫസ്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബൈയിങ് ആണ് വരുന്നേക്കുന്നത്. ബൈയിങ് ചെയ്തു. അതിൻ്റെ പ്രൈസാണ് ഇവിടെ കാണുന്നത് 148. ആൻഡ് സെയിം ഒരു 100 പോയിൻ്റ് ഇത് താഴെയാണെങ്കിൽ ഇതാണ് നമുക്ക് താഴെ കിട്ടുക. സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് 650 ആണ്. താഴെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 550 ഉണ്ട്. ആൻഡ് മേളിൽ എന്ന് പറയുന്നത് നമുക്ക് 22,750 ആണ്. ഇങ്ങനെ 3 സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രൈസാണ് 25.4.
അപ്പോൾ ഈ 3 പ്രൈസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താക്കാം, നമുക്കിവിടെ മാക്സിമം നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8% കിട്ടി, മാക്സിമം ലോസ് എന്ന് പറയുന്നത് 3.9% ആണ്. അപ്പോൾ 1:2 ട്രേഡ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ ഫണ്ട് 25,000 ആണ് നമുക്ക് ഫണ്ട് റിക്വയർഡ് വന്നേക്കുന്നത്. അപ്പോൾ 25,000 വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു 1:2 ട്രേഡ് വിത്ത് നമുക്ക് ഒരു ലോട്ട്, അതായത് സെല്ലിങ് സ്ട്രൈക്കിൽ മാത്രം 2 ലോട്ട്, ബാക്കി 2 ബൈയിങ്ങിലും ഓരോ സിംഗിൾ ലോട്ട് വെച്ചിട്ട് നമുക്ക് 1:2 പ്രൈസിൽ നമുക്കൊരു സ്ട്രാറ്റജി നമ്മളവിടെ സെറ്റ് ചെയ്തു. അതിൻ്റെ ബ്രേക്ക് ഈവൻ റേഞ്ചാണ് 0.3യും മേളിലേക്ക് 0.3യും കിട്ടി, താഴേക്കും 0.3യും കിട്ടി. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. 0.3 അപ്പോൾ അറൗണ്ട് ഒരു 10 to 10:30 ഇടയിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ എൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് മേളിൽ എത്ര കിട്ടി, മേളിലാണെങ്കിൽ 22,716 കിട്ടി. 22,716. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഇവിടെ കിട്ടി നോക്ക്, ഇവിടെ എനിക്ക് ബ്രേക്ക് ഈവൻ മേളിൽ കിട്ടി. ദെൻ താഴെയുള്ള എൻ്റെ ബ്രേക്ക് ഈവൻ എത്ര 22,584 കിട്ടി. 584. ഓക്കെ, കുറച്ചും കൂടി താഴെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് രണ്ടും ബ്ലാക്ക് ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 റേഞ്ചിലും ആൻഡ് ഇതൊന്ന് ഡിലീറ്റ് ആക്കാം. ജസ്റ്റ് വെയിറ്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ടാണ്. അപ്പോൾ ഈ റേഞ്ചിൽ എനിക്ക് എവിടെയൊക്കെ ഈ റേഞ്ചിൽ എവിടെയൊക്കെ എനിക്ക് എക്സ്പയറി വന്നാലും എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ മാക്സ് പ്രോഫിറ്റ് ഏരിയ. 22,550 എന്നുള്ളതാണ്, 650 എന്നുള്ളതാണ് മാക്സ് പ്രോഫിറ്റ് ഏരിയ. ഇവിടെ എക്സിറ്റ് ചെയ്താൽ മാക്സ് പ്രോഫിറ്റ് എനിക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ മേളിലേക്കും താഴേക്കും വന്നാൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റിനൊരു വേരിയേഷൻ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ കാണാം. ജസ്റ്റ് മിനിറ്റ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. 650 716 ആണെന്നല്ലോ നമുക്ക് കിട്ടിയത്. 750 വന്നാൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, 750 ഒക്കെ വന്നാൽ ഒരു 148 ഒരു പെർ ലോട്ട്, ഒരു ലോട്ടിൻ്റെ സ്ട്രൈക്കിൽ വെച്ച് ചെയ്താൽ 188. ആൻഡ് മാക്സിമം നമ്മുടെ സ്ട്രൈക്കിലേക്ക് വരുന്നതോറും നമുക്ക് പ്രോഫിറ്റ് കൂടും. ആൻഡ് എവേ സ്ട്രൈക്കിലേക്ക് വരുന്നതോറും പ്രോഫിറ്റ് കുറഞ്ഞു വരും. ആൻഡ് മാക്സിമം ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 850യുടെ ലോസാണ്. ആൻഡ് 850യുടെ ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3.9%, ബിലോ 4% എന്ന് പറയാം. മാക്സിമം പ്രോഫിറ്റ് 8% ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇവിടെ നമുക്ക് മാക്സിമം ഒരു 2 o'clock ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാം. ഞാൻ എക്സിറ്റ് ചെയ്തത് കാണാം 3.5% ആയിരുന്നു. ആൻഡ് ആ ടൈമിലാണ് ഞാൻ മാർക്കറ്റിൽ അത് അപ്ഡേറ്റ് എടുത്തത്. 245 ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എനിക്ക് എത്ര 3.5% ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെയാണ് തുടരുകയെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മാക്സിമം എനിക്ക് എന്താ പറയുക, നമുക്ക് എക്സ്പയറി വരെയും വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എത്രയാണോ നമുക്ക് ആ പ്രോഫിറ്റ് ആവശ്യം, അല്ലെങ്കിൽ എത്രയാണോ ഒരു ടാർഗറ്റ് വെക്കുന്നത്, ആ ഒരു പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റും ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 o'clockനൊക്കെ നല്ല വയലൻറ്റ് മൂവ് ഉണ്ടായാലും എന്താ പറയുക, നമുക്ക് നല്ല 3 o'clockന് ബെറ്റർ ടു എക്സിറ്റ് എന്ന് പറയുന്നത് ഒരു 3 o'clockന് മുമ്പായിട്ട് തന്നെ അത് എക്സിറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കാം, നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി. ജസ്റ്റ് സൈഡ് വേസ് മാർക്കറ്റ് ആണോ അല്ലയോ എന്നുള്ളത് കാര്യം മാത്രം നമുക്കൊരു 10 to 10:30 ഇടയിൽ ഒന്ന് ഫിക്സ് ചെയ്യുക. ആൻഡ് നമുക്ക് ഈസി ആയിട്ട് എന്താക്കാം, ആ സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ജസ്റ്റ് ഇന്ന് 2-3 പേര് അയച്ചു എങ്ങനെയാണ് ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നമ്മൾ യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ്, ജസ്റ്റ് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതാണ് ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ലോസ് ഇല്ലാത്ത സ്ട്രാറ്റജി എന്നല്ല പറയുന്നത്. നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിൽ ബെറ്റർ ദാൻ ബൈയിങ്ങിലേക്കാൾ കുറച്ചും കൂടി നമുക്ക് ഹെൽപ്പാവുന്ന സ്ട്രാറ്റജിയാണ്. നമ്മൾ ഫ്രീ ആവുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ സ്ട്രാറ്റജി ചെയ്തിട്ട് പോവാം, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ചെയ്യാം. ആൻഡ് അതൊക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മാത്രം ഒരു 2 o'clockന് ശേഷം മാത്രം ഒന്ന് നോക്കുക, നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ടോ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിട്ടുണ്ടോ, നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ഒരു എക്സ്പയറി ഡേയ്സിനൊക്കെ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ സിമ്പിളായിട്ട് പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാളത്തേക്കുള്ള OA ലെവൽസ് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ നെക്സ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് 9th മെയിലാണ്. നമുക്ക് മാക്സിമം സ്ട്രാഡിൽ പോലെ വന്നേക്കുന്നത് 22,700 ഉണ്ട്. 22,600ലും കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്. ഹെവി കോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്, മാക്സ് കോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് 23,000 തന്നെ റിട്ടേൺ വരുന്നുണ്ട് അല്ലേ. 23,000 തന്നെയാണ്. ഓൾമോസ്റ്റ് 22,700ലും 22,300ലും ഇത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 700 നമുക്ക് സ്റ്റിൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 700ലെ ആ ഒരു ഈക്വലി കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളും പുട്ടും അവിടെ ഒന്ന് ഡ്രോ ചെയ്ത് വെക്കാം. ദെൻ പിന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് 22,500 22,500 സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അവിടെ കോൾ റൈറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ട് നിൽക്കണമെന്ന്. ഓക്കെ, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് 22,600 to 22,700 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഒരു റേഞ്ച് ആയിട്ടുള്ളത്. 22,600 to 22,700. അപ്പോൾ 600ലും നമുക്ക് എന്താക്കുന്നു ഒരു അവിടെ ഒരു യെല്ലോ ലൈൻ കൊടുക്കാം. ബിക്കോസ് അവിടെ നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ടായിട്ടും മേളിൽ കുറച്ച് റെസിസ്റ്റൻസും ആയിട്ടാണ് നമുക്ക് മീൻസ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആ സൈഡ് വേസ് മാർക്കറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ്. നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വിത്ത് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് സംഭവിക്കാൻ പറ്റാവുന്ന ഒരു ഷോർട്ട് സ്ട്രാഡിൽ റേഞ്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി നല്ല കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ബട്ട് സ്ലൈറ്റ്ലി ഇൻ ഡൗൺവേർഡ്. ആൻഡ് നിഫ്റ്റി ആയിരുന്നെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് അപ്വേർഡ് ആവാനായിരുന്നു നോക്കിയത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മീൻസ് നമുക്ക് നെക്സ്റ്റ് എക്സ്പയറിയിലേക്കുള്ളതാണ് നോക്കുന്നത്. സ്റ്റിൽ സ്ട്രാഡിലുണ്ട്. സ്ട്രാഡിൽ 49,500ൽ പുട്ട് റൈറ്റിംഗ് അവിടെ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് കുറച്ചൊന്ന് പുട്ട് റൈറ്റിംഗ് അവിടെ പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. നമുക്കവിടെ കാണാം ഒരു പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. ബട്ട് 49,000ലാണ് ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട് നിൽക്കുന്നത്. ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത് 50,000 ആണ്. അപ്പോൾ 49,500ലെ ആ ഒരു ഷോർട്ട് സ്ട്രാഡിൽ റേഞ്ച് തന്നെ പോകുന്നുണ്ട്. 49,000ൽ സപ്പോർട്ട് വരുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ മാതിരി 50Kയിലാണ് നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് വല്ല ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് സൈഡ് വേസ് ഒരു സോൺ എന്ന് പറയുന്നത് 49,500ൻ്റെ ഷോർട്ട് സ്ട്രാഡിൽ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി പോകുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് OA അനാലിസിസിൽ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഓവറോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഡെയിലി ഇൻഡെക്സിൽ സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് രണ്ടുപേരും FISൻ്റെ ഭാഗത്ത് നിന്ന് കോൾ ആൻഡ് പുട്ടിൽ അൺവൈൻഡിങ് ആണ് നടത്തിയേക്കുന്നത്. ആൻഡ് നെറ്റ് ബിയറിഷ് ആണ്. ഹൈയിൽ അവർ അൺവൈൻഡിങ് നടത്തിയേക്കുന്നത് കോളാണ്. ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയിങ് ഒന്ന് സ്ലൈറ്റ്ലി കുറച്ചിട്ടുണ്ട്. അത് 9,000 ആയിട്ടുണ്ട്. അത് നമുക്ക് സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ആയിട്ട് വരുന്നു. ദെൻ ഇവിടെ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ലൈറ്റ്ലി അവർ ആ ഒരു ബുള്ള് ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിയറും, അതായത് ലോങ് കോൾ ആൻഡ് പുട്ട് ഓൾറെഡി ലോങ് തന്നെയാണ്. ബട്ട് ആ ലോങ്ങിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അതും നമുക്ക് എന്താ ഒരു സൈഡ് വേസിലേക്ക് തരുന്നു. ദെൻ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്റ്റിൽ ബൈയിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഓവറോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി എന്താ പറയുക സൈഡ് വേസ് മാർക്കറ്റിൽ തന്നെ ഇനിയും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു ഇന്നത്തെ മാർക്കറ്റിനെയും അവർ കണ്ടേക്കുന്നത് എന്ന് കാണാം. ആൻഡ് ഇന്ന് DISൻ്റെ ഭാഗത്ത്, അതായത് പ്രോൻ്റെ ഭാഗത്ത് നോക്കിയാൽ അവർ കോള് മാക്സിമം അൺവൈൻഡ് ചെയ്തു. ബട്ട് സ്ലൈറ്റ്ലി അൺവൈൻഡിങ് ആണെന്ന് മാത്രം. അതും നമുക്ക് എന്താ സൈഡ് വേസ് മാർക്കറ്റിന് ആയിട്ട് ഉള്ള രീതിയിലാണ് ആ പൊസിഷൻസ് എടുത്തേക്കുന്നത്. ആൻഡ് അതോടൊപ്പം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്ലൈറ്റ്ലി ബിൽഡിംഗ് ആണ്. അവിടെയും നമുക്ക് OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇന്ന് അധികം ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. സ്ലൈറ്റ്ലി എല്ലാവരും കുറച്ചും കൂടി പുട്ട് ആണ് അവർ ലോങ്ങിലേക്ക് വന്നേക്കുന്നത്. ബട്ട് ഈവൻ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്താണ് FISം ആൻഡ് പ്രോയും നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിനെ തന്നെയാണ്, ഈ ഒരു ലെവൽ തന്നെയാണ് FIS ആൻഡ് DISും അല്ലെങ്കിൽ പ്രോ പ്രതീക്ഷിക്കുന്നത് കാണാം. ആൻഡ് നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നോക്കുമ്പോൾ എന്താ കുറച്ചും കൂടി സെല്ലിങ് ഒരു ജസ്റ്റ് 1,000ൻ്റെ അടുത്ത് FIS സെല് ചെയ്തു. ആൻഡ് 1,300ൻ്റെ അടുത്ത് മീൻസ് പ്ലസ് നമുക്ക് DISൻ്റെ ബൈയിങ്ങും കാണാം.
അപ്പോൾ ഓവറോൾ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് ഫീലിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 4 hour ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാലും കാണാം വൺസ് ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു ലെവൽ കാര്യങ്ങൾ നമ്മൾ സ്റ്റിൽ പറഞ്ഞു, നമുക്ക് ഈ ഒരു ലെവലുണ്ട്, ഈ ഒരു ഹൈ ഉണ്ട്. ഈ ഒരു ഹൈയിന് ഇതുവരെയും ബാങ്ക് നിഫ്റ്റി ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹൈയിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് എന്നാണ് നമുക്കൊന്ന് ഫീൽ ആവുന്നത്. ആൻഡ് നമുക്ക് നല്ല ക്യാൻഡിൽ ഫോർമേഷനും ഇല്ല, ഇവിടെ നിന്ന് ഒരു റിവേഴ്സിനുള്ള ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടിയിട്ടില്ല. ആൻഡ് ഓൾസോ നമുക്ക് താഴേക്ക് വന്നെങ്കിലും നമുക്ക് ഈ ഒരു ലെവൽ 49,000 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാക്സിമം ആ ഒരു ലെവൽ ബ്രേക്കായി അല്ലെങ്കിൽ ഡൗൺവേഡിലേക്ക് കുറച്ചും കൂടി ഒന്ന് പോകാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ കൺസോൾട്ടേഷൻ തന്നെ ഈ ഒരു 2 ലെവലും നോക്കുക. ഹൈ ഇന്നലത്തെ ഹൈ മാക്സിമം 49,800 ആ ലെവലൊക്കെ നോക്കുക. താഴേക്കാണെങ്കിലും 49,000 ഇൻ ബാങ്ക് നിഫ്റ്റി ഒന്ന് ആ ലെവലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ലെവൽ. ഇനി നിഫ്റ്റീനെ നോക്കാം. നിഫ്റ്റിക്ക് ശ്രദ്ധിക്കേണ്ട മീൻസ് ഒന്ന് മൈൻഡ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ലെവൽ നിഫ്റ്റി ആ ഒരു സിങ് ഹൈ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ബട്ട് നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് വേണം പോയി എന്ന് പറയാൻ. ഇവിടെ ഒന്ന് ഹൈ എടുക്കാൻ നോക്കി, ഒന്ന് ലോ എടുത്തു, ദെൻ ഹൈ ആൻഡ് ലോ. ഇനി നിഫ്റ്റിക്കും ഒരു കൺസോൾട്ടേഷനാണ് 22,600 to 22,700 എന്ന റേഞ്ച്. അത് നിഫ്റ്റിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് 22,500 നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഈവൻ ഒരു ലോ എടുത്താലും ഒരു പുൾ ബാക്കിനൊക്കെ ഉള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സിങ് ലോ എപ്പോഴും നമ്മൾ പറഞ്ഞു, സിങ് ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചൊന്ന് ഫാൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ 22,500 ബ്രേക്ക് ആവും എന്നുള്ള ബ്രേക്ക് ആവാനുള്ള ചാൻസ് നോക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിലും കൂടി ശ്രദ്ധിക്കുക. 500 ബ്രേക്ക് ചെയ്താൽ പോരാ, അവിടെയുള്ള ക്യാൻഡിൽ ഫോർമേഷനും കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് മീൻസ് ഒരു ഡയറക്ഷണൽ ട്രേഡിന് അപ്പോൾ മാത്രം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കയറിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിൽക്കുന്നത്. ആൻഡ് ഈവൻ നമുക്ക് ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാലും ലോങ്ങിലേക്ക് ഇപ്പോൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുക. ബിക്കോസ് അധികം ലോങ് ഈ ഒരു ഓൾറെഡി നല്ലൊരു ഹൈ എടുത്ത മാർക്കറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ഇൻട്രാഡേ ലോങ് ഒക്കെ നോക്കുക. ആൻഡ് നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഓപ്ഷൻസ് മീൻസ് ഒരു നാളത്തേക്കുള്ള, അതായത് പൊസിഷണൽ ട്രേഡ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. ഇൻട്രാഡേയിലൊക്കെ ഒരു ഡേ ഒക്കെ ബ്രേക്ക് ചെയ്താലും കറക്റ്റ് SL വെച്ചിട്ട് കൊണ്ട് മാത്രം മീൻസ് ആ ട്രേഡിനെ അപ്രോച്ച് ചെയ്യുക. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായില്ലെങ്കിൽ അതിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.